ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പഠിച്ച് ബിസിനസ് ചെയ്യാം. ഈ മോട്ടിവേഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ല എന്താണത് എന്നുള്ളത് മനസ്സിലാക്കിയാലാണ് കൃത്യമായിട്ട് നമുക്ക് ഓരോന്നിനോടും ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തു നിന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും, അതൊരു വ്യക്തിയാകാം, ഒരു സംസാരമാവാം, ഒരു കാഴ്ചയാവാം, ഒരു കേൾവിയാവാം, ഒരു വീഡിയോ ആവാം, ഒരു വസ്തു ആവാം, എന്ത് തന്നെ ആവട്ടെ, ഒരു സാഹചര്യം വരെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പുറമേ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻസ് ആണ്. ഇതിനെ പറയുന്ന പേരാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. പുറമേ നിന്ന് നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻസിനെയൊക്കെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻസ് എന്നാണ് പറയുന്നത്. ഈ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻസ് പലപ്പോഴും നൈമിഷികമായിരിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത്, അങ്ങനെ നമ്മൾ കേൾക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത്, അങ്ങനത്തെ ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെ മാത്രം ലഭിച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അകത്ത് ഇൻട്രിൻസിക് മോട്ടിവേഷൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ? നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും സാഹചര്യങ്ങൾക്ക് അനുകൂലമല്ലാതെ നമ്മുടെ അകത്ത് ഉണ്ടാവുന്ന മോട്ടിവേഷൻസ് ആണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അപ്പോൾ ഈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ പല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ ജനിച്ചു വീണ വീട്ടിലെ ചുറ്റുപാടും സാഹചര്യവും സന്ദർഭവും അതിന് നമ്മുടെ വളരെ അനുയോജ്യമായൊരു ഘടകമാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പല കുട്ടികളും സമൂഹത്തിൽ വളരെ മോശമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, ഇൻസിഡൻസുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ റീസൺ പരിശോധിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ജീവിത സാഹചര്യം, വീട്ടിലെ സാഹചര്യം വളരെ മോശമായിട്ടുണ്ടായിരുന്നു. അതുപോലെ വളരെ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ഈ സമൂഹത്തിൽ കാണാറുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻ ടു ദ കമ്മ്യൂണിറ്റി അതൊക്കെ എക്സ്ട്രാ ഓർഡിനറിയാണ്. അത്തരം കുട്ടികളെ നമ്മൾ സമീപിച്ച് നോക്കിയാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് മോശമുള്ളവരാണെങ്കിൽ പോലും അവരുടെ ചുറ്റുപാടുകളിൽ അവർ കറക്റ്റ് ചെയ്യാൻ പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻട്രിൻസിക് മോട്ടിവേഷൻസ് ഡെവലപ്പ് ചെയ്യുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. അതിനൊരു പക്ഷേ നമ്മുടെ എക്സ്ട്രിൻസിക് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് സപ്പോർട്ടീവ് ആവാൻ സാധ്യതയുണ്ട്. ഒരുപാട് നല്ല നല്ല ആൾക്കാരുമായിട്ട് കൂട്ടുകെട്ട് കൂടുന്നതും, നല്ല നല്ല പരിപാടികളിലും പ്രോഗ്രാമുകളിലും മറ്റുമൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതും, അതുപോലെ നമുക്ക് ഉന്മേഷം നൽകുന്ന പുസ്തകങ്ങളും രചനകളും ഒക്കെ വായിക്കുകയും, ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതിലൂടെ നമ്മളുടെ റിയൽ പർപ്പസിനെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ മെച്യൂറായിട്ട് കിട്ടുക. വൺസ് നമ്മുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ വളർന്ന് അതൊരു മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തുള്ള ഓരോ ഘടകങ്ങളും, അത് പ്രതിസന്ധികളാണെങ്കിൽ വരെ നമ്മൾക്ക് മോട്ടിവേഷൻ ആയിരിക്കും.